ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനു എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനു. എനിക്ക് 23 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമാകാറായി. ഡിഗ്രി വരെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം ജോലിക്ക് പോകണമെന്നുണ്ടായിരുന്നു, PGക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. അതിന് കാരണം എനിക്ക് 2 വയസ്സിന് മൂത്ത ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരാളുമായി പ്രേമത്തിലായി. വീട്ടുകാർക്ക് അതിഷ്ടമില്ലായിരുന്നു. അവർ ഒളിച്ചോടിപ്പോയി ജീവിതം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ എന്നെ കൂടുതൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വഷളാകുമെന്നും ഒളിച്ചോടി പോകുന്നതൊക്കെ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടാണ് ഇനി പഠിക്കാൻ പോണ്ട, നിന്റെ കല്യാണമാണ് എന്ന് പറഞ്ഞ് എന്നെ വിവാഹത്തിലേക്ക് നയിച്ചത്. എനിക്കാണെങ്കിൽ ആരെ പ്രേമിക്കാനും താല്പര്യമില്ല, കല്യാണം കഴിക്കാനും താല്പര്യമില്ല, ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിന് കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമാണ്. ഞാൻ കാണുമ്പോൾ മുതൽ അവർ കീരിയും പാമ്പും പോലെയാണ്. ഒട്ടും തമ്മിൽ ഇഷ്ടമില്ലാത്ത 2 ജോഡികളാണ്. അവർക്കെങ്ങനെയാണ് 2 കുട്ടികളുണ്ടാകുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചത്? 2 പിള്ളേരെയും വളർത്തി അവർ ഇപ്പോഴും ഒരു കുടക്കീഴിൽ ജീവിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. 2 പേരും തമ്മിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം അമ്മ കുഞ്ഞമ്മയോട് പറഞ്ഞത് കേട്ടു ഞാൻ. എടി, എൻ്റെ ഭർത്താവിനോട് എനിക്ക് എത്ര താല്പര്യമുണ്ടെന്ന് എനിക്കറിയാമല്ലോ. ചേട്ടൻ എനിക്ക് എന്തിഷ്ടമായിരുന്നു. പക്ഷേ 2ാമത്തെ കുട്ടി ഉണ്ടായ ശേഷം അങ്ങേർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിനക്കറിയാമോ, ആകെ 3-4 തവണ അദ്ദേഹം ട്രൈ ചെയ്തു. പക്ഷേ പിന്നീട് ഒട്ടും രസമില്ലെന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ഞാൻ ആ മുറിയിൽ തന്നെ കട്ടിൽ മാറ്റിയിട്ട് എത്ര വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് പലപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, എനിക്ക് വേണ്ടി എന്തെങ്കിലും കനിഞ്ഞു തരുമെന്ന്. കനിഞ്ഞതുമില്ല, കിനിഞ്ഞതുമില്ല, ഒന്നുമില്ല. ഭർത്താവിൻ്റെ ശരീരം എനിക്ക് പിന്നെ അന്യമായി. എത്ര കാലമാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, നിനക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ആഴ്വിറക്കുന്നത് ഞാൻ കേട്ടു. കഷ്ടമുണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് 2 കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഭാര്യമാരോട് താല്പര്യമൊക്കെ പോകുമോ? അത് കഴിഞ്ഞ ശേഷം ഇവർ ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കുമോ? എങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ 2 പേരും കൂടെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ചങ്ങ് ജീവിച്ചോണെന്ന് പറയും. പക്ഷേ ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ജീവിക്കുക വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ഒരു സാധനമാണ് ഈ കല്യാണം. ചുമ്മാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണത്തിന് നിർബന്ധം പിടിച്ചതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും 2 പേരുടെയും വാശിക്ക് മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ കൊമ്പത്തും അമ്മ വരമ്പത്തുമാണെങ്കിലും എൻ്റെ കല്യാണക്കാര്യത്തിൽ 2 പേരും ഒന്നാണ്. ഞങ്ങളുടെ ജീവിതം കണ്ട് നീ പഠിക്കേണ്ട, ഞങ്ങൾക്ക് പറ്റിയ ജോഡികളല്ല, ഞങ്ങൾ 2 പേരും നിനക്ക് പറ്റിയ ചെക്കനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. ഭർത്താവിനോട് എനിക്ക് താല്പര്യവുമില്ല, താല്പര്യക്കേടുമില്ല, ഒന്നുമില്ല. അങ്ങനെ അവസ്ഥയായിരുന്നു. അദ്ദേഹം എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എന്തായിരിക്കും എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. എങ്ങനെ പെരുമാറിയാലും എനിക്കൊന്നുമില്ല, സഹിക്കേണ്ടി വരും എന്നായിരുന്നു എൻ്റെ മനസ്സിലെ തീരുമാനം. പക്ഷേ ആദ്യ ദിവസം രാത്രി തന്നെ പുള്ളി എന്നോട് ക്ഷീണമാണെങ്കിൽ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു. അവരുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മായിമ്മയും അമ്മായിപ്പനും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല സ്നേഹമൊക്കെയാണ്. ഭർത്താവും ഒരു പതിഞ്ഞ സ്വഭാവക്കാരനാണ്, മൃദു സ്വഭാവമാണ്. അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം തോന്നിയില്ല. ഏകദേശം ഒരാഴ്ച ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരടുപ്പവുമില്ലായിരുന്നു. അദ്ദേഹം എന്നോടൊന്നും ചോദിച്ചില്ല, ഞാനും ചോദിച്ചില്ല. നോർമൽ കാര്യങ്ങൾ മാത്രം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് ചോദിച്ചു, നീ റെഡിയാണോ എന്ന്. ഞാൻ ചോദിച്ചു, എന്തിന് റെഡിയാണെന്ന്. അല്ല, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും എന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതും ഒക്കെ പറഞ്ഞു. അതിനു മുമ്പ് ഞാനൊന്നും പറഞ്ഞില്ല. വീട്ടിൽ വെച്ച് അങ്ങനെ സ്വന്തമായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് എന്നോടൊട്ടും ഇഷ്ടമില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ അതെങ്ങനെ വെളിയിൽ വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, ഞാനൊരു ഹസ്ബൻഡിൻ്റെ സ്വാതന്ത്ര്യം എടുക്കാൻ പോവുകയാണ്. നിനക്ക് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായേക്കും, പക്ഷേ അത് കഴിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമോയെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെറുതായി തുടങ്ങി വലുതായി അവസാനിപ്പിച്ചു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലാകാൻ തുടങ്ങുകയായിരുന്നു. മെല്ലെ മെല്ലെ പാറയാണെങ്കിലും അലിഞ്ഞു തുടങ്ങും. അലിയുമ്പോൾ വല്ലാത്തൊരു രസമാണ്. എന്തായാലും 3 മാസം എടുത്തു ഞങ്ങൾ തമ്മിൽ ക്ലച്ച് പിടിക്കാൻ. എൻ്റെ ഒരു കൂട്ടുകാരുടെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, 3 അല്ല 3 വർഷമായിട്ടും
ക്ലച്ച് പിടിക്കാത്തവർ ഉണ്ടെന്ന്. എന്തായാലും ഭർത്താവും ഞാനും തമ്മിൽ നല്ല രസകരമായൊരു ബന്ധം തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇപ്പോഴെങ്കിലും നമുക്ക് കുട്ടികൾ വേണ്ട, സൂക്ഷിച്ചും കണ്ടു മതിയെന്ന്. എനിക്കാണെങ്കിൽ ഇപ്പോഴല്ല, ഒരു 5 വർഷത്തേക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. പുള്ളിയും എസ് മോളി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബന്ധം പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് അച്ഛന് ചെറിയ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ വന്നു. ആദ്യം അലോപ്പതി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോവുകയാണ്, ആയുർവേദമാണ്, അവിടെ കൂടെ നിൽക്കാനൊന്നും ആരും വരണ്ട, അമ്മയൊന്നും കൂടെ ചെല്ലുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അദ്ദേഹം 45 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് പോയി. അമ്മ തനിയുള്ള വീട്ടിൽ. അമ്മയ്ക്ക് അങ്ങനെ സിറ്റുവേഷൻസ് വന്നിട്ടേ ഇല്ല, കാരണം എപ്പോഴും വീട്ടിൽ ആളുണ്ട്. പക്ഷേ ആ സമയത്ത് അമ്മ വിളിച്ച് പറഞ്ഞു, എടി അച്ഛൻ ഇതുപോലെ ഇറങ്ങിപ്പോയി 45 ദിവസത്തേക്ക് കേട്ടോ, ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതാണ് കൂടെ ചെല്ലാമെന്ന്, പക്ഷേ കേൾക്കുന്നില്ല, എന്നെ അടുപ്പിക്കുന്നില്ല. പണ്ടേ അയാൾ അങ്ങനെയാണ്, എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് അമ്മ വിഷമിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ രണ്ടിനും കൂടെ അവിടെ നിന്ന് താമസിക്കാം, രാത്രി ഞാനങ്ങ് വരുമല്ലോ, അവളവിടെ നിന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നു നിന്നത്. അമ്മയും ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു, എടി നിന്നോട് ഞാൻ അമ്മമാർ ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും അങ്ങ് ചോദിക്കുകയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ? എടി ശരിക്കും നിൻ്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? നീ അവനുമായിട്ട് പൊരുത്തപ്പെട്ടോ? നിങ്ങൾ തമ്മിൽ നല്ല രീതിക്കാണോ മുന്നോട്ട് പോകുന്നത്? അതെന്താ അമ്മേ? കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. നിനക്കാദ്യം കല്യാണം കഴിക്കാൻ മടിയായിരുന്നല്ലോ, ഇപ്പോൾ അവനോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ എന്ന്. അത് പിന്നെ പതുക്കെ ഞങ്ങൾ അടുത്തു. എന്നാലും എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താ അമ്മ ഡൗട്ട്? നിനക്കങ്ങോട്ടൊരു ഉടച്ചിൽ തട്ടിപ്പോലില്ലല്ലോ, ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയതുപോലെ തന്നെ ഉണ്ടല്ലോ. അവൻ്റേത് ഒരു പതിഞ്ഞ സ്വഭാവമാണ്. എന്തെങ്കിലും കുഴപ്പമുള്ളവനാണോടി? നമ്മൾ വിചാരിക്കാത്ത ചില കുഴപ്പങ്ങൾ ആണുങ്ങൾക്ക് കാണും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ, അത് നിന്നോട് ഞാനെങ്ങനെ തുറന്നു പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, തുറന്നങ്ങ് പറ, ഇത്രയും പറഞ്ഞതല്ലേന്ന്. അപ്പം അമ്മ പറഞ്ഞു, അല്ല, അവൻ്റെ ഉറക്കം തൂങ്ങിയ സ്വഭാവം ചില സമയത്ത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവൻ ഇത്തിരി പൗരുഷം കുറവാണെന്നാണ്. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് അസസ് ചെയ്ത് എങ്കിൽ നല്ലൊരുത്തിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വയ്യായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അല്ലടി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ യഥാർത്ഥത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം കണ്ടു കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. സ്ത്രീ എന്നുള്ള നിലയിൽ അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്നത് ധാരാളമാണ്. അമ്മ വിചാരിക്കുന്ന ഒരു കുഴപ്പവും അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിലുള്ളപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മ നെഞ്ചത്ത് കൈവച്ചു. നല്ലത്. പിന്നെ മോളെ, കുട്ടികളൊക്കെ ഇപ്പോഴൊന്നും വേണ്ട കേട്ടോ, കുറേ വർഷം കഴിഞ്ഞ് മതി. കുട്ടികളൊന്നും ഉണ്ടാകുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം ചിലപ്പോൾ കുളമായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് 2 പെൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും കുളമാണോ ജീവിതത്തിൽ സംഭവിച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ 2 മക്കളും എനിക്ക് നിധികളാണ്. ഒരുത്തി എന്നെ പറ്റിച്ചിട്ട് പോയി, എന്നാലും നിങ്ങൾ 2 പേരും എനിക്ക് സ്വന്തം സ്വർണം പോലെയാണ് എന്ന് പറഞ്ഞു. എന്നാലും അമ്മയ്ക്ക് 2 പിള്ളേരായി കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചത്? നിങ്ങൾ 2 പേരും കൂടി എന്തിനാ എപ്പോഴും തല്ലിക്കൂടുന്നത്? ഇതിന് കാരണം എനിക്കറിയാമെങ്കിലും ഇപ്പോൾ അമ്മ കല്യാണം കഴിച്ചു കഴിയുമ്പോഴേക്കും കൂടുതൽ രസകരമായും ആഴത്തിലും അത് പറയുമോ എന്നൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, നിന്നോട് ഞാൻ തുറന്ന് പറയാം, ഭർത്താവിനെ അറിയുന്നവളല്ലേ നീ, അല്ലെങ്കിൽ ഒരു പുരുഷനെ നിനക്കറിയാം. അപ്പോൾ എനിക്ക് പറയാം, പണ്ട് പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പം നീ ഒരു ഭാര്യയാണ്, 2 കുട്ടികളായി. അത് കഴിഞ്ഞതിൽ പിന്നെ അയാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഒട്ടും അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല, ചേരുന്നില്ല, യോജിക്കുന്നില്ല, വികാസം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു റൂമിൽ ഞങ്ങൾ 2 കട്ടിൽ ഇത്തിരി അകത്തിയിട്ടിട്ടാണ് ജീവിച്ചത് മോളെ. അത് മാത്രമല്ലടി, എന്ന് രാത്രിയാകുമ്പോഴേക്കും അങ്ങനെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ വീഡിയോ കാണും. എന്നിട്ട് എന്നെ കാണിക്കാനെന്ന പോലെ തന്നെ അങ്ങയുടെ സ്വന്തം കാര്യങ്ങൾ അയാൾ തീർക്കും. പക്ഷേ ഞാൻ ചിലപ്പോൾ കൊതിയോടടുത്ത് ചെല്ലും. ഞാനൊരു സാന്ത്വനം തലോടലിന് വേണ്ടി കൊതിക്കും, കൈകൾ നീട്ടും. പക്ഷേ എനിക്ക് ഒന്ന് തൊടാൻ പോലുമുള്ള അനുവാദമില്ല, സ്പർശനത്തിനുള്ള അനുവാദമില്ല. വെറുതെ എനിക്ക് വേണ്ടി ഒരു ഷോ ഇറക്കുകയാണോ? ഇനി അയാൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രതികാരമാണോ എന്നൊന്നും അറിയില്ല. അമ്മേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വല്ല ഡോക്ടർമാരെയോ കൗൺസിലറെയോ ഒക്കെ കണ്ടാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണ്? അതിന് അദ്ദേഹം സഹകരിക്കണ്ടേ? ഞാൻ എത്ര പറഞ്ഞതാണ് മോളെ, 2 കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ. ഒരു കൈ കൊണ്ട് വായുവിൽ ചലനമുണ്ടായിക്കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല.
ആണിന് പെണ്ണ് വേണം, പെണ്ണിന് ആണും വേണം. അങ്ങനെ എൻ്റെ അടുത്ത് വരാതെ ദൂരെ നിന്ന് എന്തെങ്കിലും കൈക്കറി കാണിച്ചാൽ എന്ത് ഗുണം? കൗൺസിലിംഗ് കൊടുത്താലും അടുത്ത് വന്നില്ലെങ്കിൽ എന്താണ്? അതിന് കൗൺസിലിങ്ങിന് വരണ്ടേ? അതുകൊണ്ട് ഞാൻ പലപ്പോഴും കാലെ പിടിച്ച് പറഞ്ഞെങ്കിലും എനിക്ക് കാലല്ലാതെ വേറൊന്നും സ്പർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്നാലും അമ്മേ, ഇത്രയും സ്നേഹിച്ചിരുന്ന് 2 കുട്ടികളുണ്ടായിട്ട് പെട്ടെന്ന് അകന്നു പോന്നു. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ അതിനുള്ള തെളിവ് മൊബൈലിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അയ്യോ, അത് വല്ലാത്തൊരു പ്രശ്നമാണല്ലോ. അച്ഛന് വേറെ എന്തെങ്കിലും ശാരീരികമായ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് കഴിഞ്ഞ ശേഷം വല്ല തളർച്ചയോ മറ്റോ? തളർച്ച ഒന്നുമില്ല. ഞാൻ കണ്ടിട്ട് നോക്കുമ്പോഴേക്കും തളർച്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല മോളെ. പക്ഷേ അയാൾക്ക് എന്നോട് വെറുപ്പായിരുന്നു. ഞാൻ എന്ത് പാപം ചെയ്തെന്ന് എനിക്കറിയില്ല. അമ്മ പിന്നെ എങ്ങനെയാണ് ഇത്രയും നാൾ ജീവിച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മയ്ക്ക് വേറെ അഫയേഴ്സ് ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം അമ്മ പിടിച്ചു നിന്നത് അമ്മയ്ക്ക് വേറെ ആരോ മനസ്സിലുണ്ട്. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അമ്മ വേറെ ഏതോ പാതകളിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ വെറുതെ കാട് കയറി എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയായിട്ട് ചിത്രീകരിക്കരുതെന്ന്. ഞാൻ പറഞ്ഞു, പക്ഷേ അമ്മ ഇപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും അമ്മയ്ക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടന്നു, അല്ലെങ്കിൽ അമ്മ ഇപ്പോഴും ആക്റ്റീവാണെന്നുള്ളൊരു ഭാവം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നീ ആരാ? നിന്റെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എങ്ങനെയാണ് നീ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു. പണ്ട് അമ്മ കുഞ്ഞമ്മയോട് എൻ്റെ അച്ഛൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പച്ചയായ പല കാര്യങ്ങളും കൊച്ചിലെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ വർഷമായിട്ട് അമ്മയൊന്നും ആരോടും പറഞ്ഞ് കേട്ടിട്ടില്ല. അച്ഛനോട് വഴക്കിടുമെങ്കിലും അല്ലാത്ത സമയത്ത് അമ്മ സന്തോഷവതിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തായാലും ബുദ്ധിമതിയും മിടുക്കിയുമാണ്, അത് കറക്റ്റാണ്. ആരാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നിൻ്റെ അച്ഛൻ തന്നെയാണ് അതിന് കാരണം. അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നിൻ്റെ അച്ഛന് സുഹൃത്തുക്കളുണ്ടല്ലോ, അവരോട് 2-3 പേരോട് ഞാൻ എൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയം അങ്ങ് പങ്കുവെച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ പൊന്നുമോളെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം എന്ത് സഹായത്തിനും അവർ ഓടിയെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേ, ഒന്നിലധികം ആളുകളുണ്ടോയെന്ന് അതൊന്നും നിന്നോട് ഞാൻ പറയില്ല. അമ്മയുടെ സീക്രട്ട് നീ അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ നീയും ചിലപ്പോൾ വിവാഹബന്ധത്തിൽ നിൽക്കില്ല. ഒരു കമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് നീ ചാടും. തൽക്കാലം അതൊന്നും വേണ്ട. നിന്റെ ഭർത്താവ് നല്ലവനാണെന്നും അവൻ കൊള്ളാവുന്നവനാണെന്നും നീ പറഞ്ഞല്ലോ. അപ്പം നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാം. എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരു പരിഗണനയും കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ വഴി മാറിപ്പോയത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നിന്നോട് ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്നുള്ള രീതിയിൽ എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. എന്തിനാമേ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞത്? എന്തായാലും അച്ഛൻ്റെ കൂട്ടുകാർ അത് 5 പേരാണോ 10 പേരാണോ? ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ബന്ധങ്ങളുണ്ടെന്നല്ലേ അർത്ഥം? അങ്ങനെ നീ എന്നെ കൊച്ചാക്കണ്ട. ചിലപ്പോൾ എനിക്ക് ബന്ധം കാണുമായിരിക്കും, കാണില്ലായിരിക്കാം. അതൊക്കെ എൻ്റെ സ്വകാര്യമായ കാര്യം. ഏകദേശം ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിൻ്റെ അച്ഛൻ ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ്. അതേപോലൊരവസ്ഥ നിനക്കുണ്ടാകരുത്. അതുകൊണ്ട് നീ നിൻ്റെ ഭർത്താവിനെ നന്നായി ശ്രദ്ധിക്കണം. ചെറുപ്പകാലമല്ലേ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒത്തിരി നാളുകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും ഞാനും കൂടെ പല കഥകളും പറയുമായിരുന്നു. എങ്കിലും അമ്മയുടെ കാമകന്മാർ ആരൊക്കെയാണ്, അച്ഛൻ്റെ കൂട്ടുകാരന്മാരിൽ ആരൊക്കെയാണെന്നൊന്നും എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഇടയ്ക്ക് ക്യൂരിയോസിറ്റി മൂത്ത് അമ്മയുടെ മൊബൈൽ എടുത്ത് ഞാൻ പരിശോധിച്ചു. ധാരാളം കോളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ വാട്സാപ്പിലോ മറ്റോ മെസ്സേജ് ഇല്ല. പിന്നെ എങ്ങനെയാണ് മാഡം കണ്ടുപിടിക്കുക? ഞാൻ എന്തിനാണ് ക്യൂരിയോസിറ്റി എടുക്കുന്നതെന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നുകയും ചെയ്തു. പിന്നെ ഞാൻ നോക്കാതായി. ഒരു ദിവസം എന്തൊക്കെയോ കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനോട് ഈ കഥകളൊക്കെ അങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണല്ലോ, ഹസ്ബൻഡുമാർ ചോദിക്കുമ്പോഴേക്കും കിള്ളി നമ്മൾ സ്വന്തം വീട്ടിലെ കഥകളും അച്ഛൻ്റെ കഥയും അമ്മയുടെ കഥയും എല്ലാം അങ്ങ് പറയും. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് മൂക്കത്ത് വിരൽ വെച്ചു. അയ്യോ, നിൻ്റെ അമ്മയുടെ മട്ടും ഭാവമൊന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയില്ലല്ലോ. ഇതിപ്പം എത്ര പേരാ? നിൻ്റെ അച്ഛന് തിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ 10-20 പേരില്ലേ? എനിക്കറിയാമല്ലോ ഒന്നും. ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് കാര്യങ്ങളൊന്നും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊന്ന് പറഞ്ഞു. അത് സ്വകാര്യമായൊരു സംഭാഷണമാണ്. അതിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്ത് കാര്യം? എന്തായാലും നിൻ്റെ അച്ഛനെ സമ്മതിക്കണം.
കാരണം ഇത്രയും നല്ലൊരു പെൺപിള്ള ഉണ്ടായിട്ടും അവരെ തിരിഞ്ഞു നോക്കാതെ അവർ കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന അയാൾ എന്തോ പ്രശ്നമുണ്ട് പുള്ളി കേട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അമ്മയ്ക്കല്ല പ്രശ്നം, അങ്ങേർക്കാണ് പ്രശ്നം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എടി, അങ്ങേർക്ക് വല്ല ബലഹീനതയും കാണുന്നേ? ഏയ്, ബലഹീനതയൊന്നുമില്ല. അമ്മ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാണുമ്പോൾ ഒരു ബലഹീനതയും തോന്നില്ലെന്ന്. അത് ചിലപ്പോൾ പുള്ളിക്ക് സ്വന്തം കാര്യങ്ങൾ ഉഷാറാക്കാൻ പറ്റും, പക്ഷേ ഭാര്യയുടെ അടുത്ത് വരുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു. അങ്ങനെ പല രീതിയിലുമുണ്ടെന്ന് ഞാൻ വീഡിയോയിലൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നിന്റെ അമ്മ ഒരു നല്ല സ്ത്രീയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് അവരെന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പെടുത്തു പോകും മനുഷ്യൻ്റെ ജീവിതം. തേച്ച് മിനുക്കി വെക്കുക, എങ്കിൽ മാത്രമേ അത് വെട്ടിത്തിളങ്ങൂ. ആയുധങ്ങൾ എണ്ണ തേച്ച് മിനുക്കണമെന്ന് പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? ഇതൊക്കെയാണോ ആയുധം? നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഇത്തിരി ഇളക്ക് കൂടുതലുണ്ട്, ആയുധം അവിടെ ആയിൽ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം പലപ്പോഴും ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിൻ്റെ അമ്മ ഇത്രയും ദുരൂഹത ഉള്ളിൽ ഒളിപ്പിച്ചൊരു സ്ത്രീയാണെന്ന് എനിക്കറിയില്ല. അമ്മയെ കാണുമ്പോൾ എനിക്കങ്ങ് വിസ്മയമാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം പറഞ്ഞു, വിസ്മയം കൂടിക്കൂടി നിങ്ങൾ ചാടിപ്പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, ചാടിപ്പോയാലെന്താ, നിൻ്റെ അമ്മയല്ലേ, എല്ലാം ഒരു കുടുംബക്കാരല്ലേ, ഒരു കുടുംബത്തിൽ തന്നെ ഇട്ടാവട്ടത്തിൽ എന്തുമാകാം. അയ്യട വൃത്തികെട്ടവനെ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ചു. എന്തുമാകാന്നുള്ള ചിന്ത നല്ലതല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഏയ്, ഞാൻ വെറുതെ അങ്ങനെ ചോദിച്ചതാണ്, നിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സല്ല, നിങ്ങളുടെ മനസ്സാണ് വെളിവായത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ ഒരു നോട്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല ഇല്ല, അങ്ങനെയില്ല, ഞാൻ വെറുതെ പറയുന്നതാണെന്ന്. അല്ല, നിങ്ങൾക്ക് ഉള്ളിൽ നല്ല മോഹമുണ്ട്, വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, എടി, ഒരു മണ്ണാങ്കട്ടയില്ല. നോക്ക്, നിൻ്റെ അമ്മ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിൻ്റെ അമ്മ ഡയറക്റ്റായിട്ട് എന്നോട് തുറന്നു പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്. ഒരവസരം, ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞതിൻ്റെ തെളിവ് നിനക്ക് കാണണോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഹൈഡ് ചെയ്തിട്ടിരിക്കുന്ന വാട്സാപ്പ് മെസ്സേജെല്ലാം എനിക്ക് കാണിച്ചു. ചില വോയിസ് മെസ്സേജുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് നീ ആലോചിച്ചോ? നിനക്ക് എന്നോട് താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നിൻ്റെ നോട്ടം എന്നെ ഉടച്ചു വാർക്കുന്ന പോലെയാണല്ലോ മോനെ. നിനക്കുള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമില്ലേടാ എന്നൊക്കെ പറഞ്ഞ് അമ്മ കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങേർക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇവരുടെ ചാറ്റിൽ കുറേ ഭാഗങ്ങൾ മിസ്സിംഗ് ആണ്. ഇത് എന്തായാലും അമ്മ തുടങ്ങി വെച്ചതാണെന്ന് അറിയാൻ പറ്റില്ല. ഇനി ഇയാളാണ് തുടങ്ങി വെച്ചതെന്നും എനിക്കറിയില്ല. ആദ്യ ഭാഗങ്ങളൊന്നുമില്ല. അമ്മയുടെ കാതരമായ ശബ്ദങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അതിന് മറുപടിയായിട്ട് കുറച്ച് ഇമോജികളൊക്കെ ആണ് എൻ്റെ ഭർത്താവ് വായിച്ചിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു. പിറ്റേ ദിവസം രാവിലെ ഈ കാര്യം ഡയറക്റ്റ് പറഞ്ഞ് അമ്മയുടെ വഴക്കുണ്ടാക്കി. ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ആദ്യം അങ്ങനെയൊന്നും ഇല്ലാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തെളിവ് എൻ്റെയിലുണ്ട്, കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പം അമ്മ സമ്മതിച്ചു. അത് പിന്നെ എടി, എനിക്കറിയാതെ പറ്റിപ്പോയതാണെന്ന്. അതെന്താ അറിയാതെ പറ്റിപ്പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, അത് അവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുളിമുറിയിൽ നിന്ന് അവൻ്റെ ഒരു ശബ്ദം കേട്ടു, തോർത്തെടുത്തോണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ തോർത്ത് കൊണ്ടുപോകതല്ലേ പോയത്, നിന്നെയാണ് വിളിച്ചത്. പക്ഷേ ഞാൻ തോർത്ത് കൊണ്ട് കൊടുത്തു. അവനാണെങ്കിൽ കഥക തുറന്നു കഴിഞ്ഞപ്പോഴേക്കും നീയാണെന്ന് ഓർത്ത് എന്തോ ഒരു കുസൃതി കാണിച്ചു. കുസൃതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങന്ത വിട്ടു പോയി മോളെ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ കുസൃതി ഞാൻ കണ്ടിട്ടില്ല. നിൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ കുസൃതിക്കാരാണ്, പക്ഷേ ഇത്രയും കുസൃതിയില്ല മോളെ. ഞാനാണെങ്കിൽ നോക്കുന്നത് കണ്ട് അവൻ ചൂളിപ്പോയി, പെട്ടെന്ന് വാതിലടച്ചു. അതായിരുന്നു മോളെ തുടക്കം. പിന്നീട് അവൻ എന്നോട് സോറി പറയാൻ വന്നു. നീ ഇല്ലാത്ത സമയത്ത്. അതിന് ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴാണ് നടക്കുക? നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകില്ലേ? 5-10 മിനിറ്റ് പോരേടി. അവനാണെങ്കിൽ ഒരു ദിവസം അടുക്കളയിൽ ഞാൻ പാചകം ചെയ്യുമ്പോഴേക്കും പുറകെ വന്നെന്ന് സോറി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, യാദൃച്ഛികമായി സംഭവിച്ചതല്ലേന്ന്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും യാദൃച്ഛികമായി സംഭവിച്ച കാര്യങ്ങളുടെ ഒരു തട്ടലും മുട്ടലും എനിക്ക് പുറകിൽ അനുഭവപ്പെട്ടു. ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. നീ അതിര് കടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, നീ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞിരുന്നു, എൻ്റെ അമ്മ ഇങ്ങനെയാണെന്നുള്ളത്. അമ്മയ്ക്ക് അച്ഛൻ്റെ കുറേയധികം കൂട്ടുകാരെ ഓക്കെ ആക്കാമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ വഴി കൂടി ഓക്കെ ആക്കാൻ പറ്റുകയില്ല എന്ന് ചോദിച്ച് ഒരു ബുൾഡോസർ പോലെ അവൻ വഴി വെട്ടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു മോളെ. വേണ്ടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിന് തുടക്കം മാത്രമായിരുന്നു.
കിടക്കുമായിരുന്നു. പക്ഷേ അവൻ നിന്നെ ഉറക്കിക്കിടത്തിയിട്ട് 1 മണിക്കും 2 മണിക്കും ഒക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വന്നു കഴിഞ്ഞപ്പോൾ ബഹളമുണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല മോളെ. വാതായനങ്ങൾ എനിക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നു. കാര്യം ഞാനും മോഹിച്ചില്ലേ അവൻ്റെ കുസൃതി ഓർത്ത്. കുസൃതികൾ സ്വന്തമാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് എന്തോ ഫില്ല് ചെയ്തതുപോലെ തോന്നി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്തായാലും നീ എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും എന്തൊക്കെ ഒച്ചയുണ്ടായാലും സംഭവിച്ചത് സംഭവിച്ചു. നിൻ്റെ അച്ഛനോട് പറഞ്ഞാലോ നിൻ്റെ പുറപ്പെട്ടു പോയ ചേച്ചിയോട് പറഞ്ഞാലോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. നിൻ്റെ ഭർത്താവിന് പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല. നിൻ്റെ ഭർത്താവിനെ നിനക്കിഷ്ടമില്ലെങ്കിൽ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേരെ. ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമല്ലോ. അമ്മ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, അത് മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാണ്. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോഴും ഹസ്ബൻഡ് ഇപ്പോൾ ന്യൂട്രലായിട്ടാണ് പെരുമാറുന്നത്. നിനക്ക് വേണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പോകാം. എന്തായാലും അമ്മയുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കില്ല എന്ന്. പക്ഷേ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഞാനിത് പറഞ്ഞു. അച്ഛനാണെങ്കിൽ ആ കാര്യത്തിൽ ഒരഭിപ്രായവുമില്ല. അച്ഛൻ പറഞ്ഞത് നീ പുറത്ത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാലോ, വിവാഹമോചനം ചെയ്താലോ, നിൻ്റെ അമ്മ അവനെ കല്യാണം കഴിച്ചാലോ ഒന്നും എനിക്ക് ഒന്നുമില്ല. ഇവിടെ എന്ത് നടന്നാലും അവളുടെ കാര്യത്തിൽ എന്ത് നടന്നു പറഞ്ഞാലും എനിക്ക് പ്രശ്നമേ ഇല്ല. ഞാൻ അവളെ ശ്രദ്ധിക്കുന്നതേയില്ല എന്നാണ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവും എൻ്റെ അമ്മയും ഞാനും കൂടിയുള്ള ഒരു ത്രികോണ വലയത്തിലാണ് ഞാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഉപേക്ഷിക്കണോ അതോ നിൽക്കണോ എന്നൊന്നും അറിയില്ല. ഭർത്താവിന് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. ചില സമയത്തൊക്കെ ഞാൻ എല്ലാറ്റിനും സമ്മതിക്കാറുമുണ്ട്. എങ്കിലും അമ്മയുടെ അടുത്തും അതേപോലെ തന്നെ സ്നേഹമാണ്. രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഹസ്ബൻഡ് പറയുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും മാഡം പിന്നീട് സംഭവിക്കുക എനിക്കൊരു പിടിയുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങളും നിങ്ങളുടെ അമ്മയും അങ്ങേരും എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നിട്ട് എന്ത് കുതന്ത്രം കാണിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ കള്ളന്മാർക്കെല്ലാം ഒരേ മനസ്സാണെങ്കിൽ എന്താണ് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ അവർ രണ്ടുപേരും അവരുടെ കാര്യം പറഞ്ഞു. നല്ലതല്ല പറഞ്ഞത്, എങ്കിലും അവരുടെ തീരുമാനം പറഞ്ഞു. നിങ്ങൾക്കാണ് കൺഫ്യൂഷൻ ഉള്ളത്. അവരുടെ കൂടെ തുടരണോ അല്ലെങ്കിൽ ഒത്തുചേർന്ന് പോകണോ, അല്ലെങ്കിൽ ഇതേപോലെ വഞ്ചിക്കുന്ന ഒരു ഭർത്താവിനെ വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരുമായിട്ട് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് അവരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാതെ സംഭവിച്ചു പോയി, ഇത് തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാത്രം കറക്റ്റായിട്ട് ഒരു തീരുമാനമില്ല. അതിലാണ് നിങ്ങൾ ഒരു കൺക്ലൂഷൻ കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക, ഇത് വേണോ, അഡ്ജസ്റ്റ് ചെയ്യണോ, ഒന്നുകിൽ കൂട്ടത്തിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ വേണ്ട, അവരെ സ്വതന്ത്രമായിട്ട് വിടാം. എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല, എനിക്ക് ഇതിൻ്റെ ഭർത്താവിനെ വേണ്ട, എനിക്ക് നല്ലൊരാളെ മതി, എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പെൻഡുലം പോലെ ആടുന്ന രീതിയിലുള്ള തീരുമാനത്തിലിരിക്കാതെ ഒരിടത്ത് നിശ്ചലമായി നിന്ന് ആലോചിക്കുക എന്ത് വേണമെന്നും. വേണമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം വേണമെങ്കിലും തേടാം. അവരെ തിരുത്താൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കേണ്ടി വരും. ഒന്നുകിൽ യോജിച്ചു പോകുക, അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് പോകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേണ്ട, അവരെ സ്വന്തമായിട്ട് വിട്ടേക്കുക, അവർ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കട്ടെ, അങ്ങനെ തീരുമാനിക്കുക. വിട്ടുകൊടുക്കാനുള്ള മനസ്സിൽ പോയിക്കോട്ടെ. നമുക്ക് ഉപകാരമില്ലാത്ത ആൾ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്ത ആളെ വേണ്ട. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വഴി വേണമെങ്കിലും നോക്കാം. അപ്പോൾ അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല.